ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനു ശേഷം വലിയ വെല്ലുവിളിയാണ് പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് നേരിടുന്നത്. ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. നിലവിൽ ജില്ലയിലെ സംഘടനാ സംവിധാനവും താഴെത്തട്ടിലുള്ള പ്രവർത്തനവും നിശ്ചലമായ അവസ്ഥയിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ സമര പോരാട്ടങ്ങൾക്ക് ജില്ലാ നേതൃത്വം പിന്തുണ നൽകുന്നില്ല എന്നതാണ് അണികൾക്കിടയിലെ അതൃപ്തി. നിലവിലെ നേതൃത്വം മാറി പുതിയ ആളെ കൊണ്ടുവരണമെന്നതാണ് പൊതുവികാരം. അങ്ങനെ വന്നാൽ KPCC ജനറൽ സെക്രട്ടറിയായ പഴകുളം മധുവിൻ്റെയും യുവനേതാവായ അനീഷ് വരിക്കണ്ണാമലയുടെയും ജില്ലയിലെ മുതിർന്ന നേതാവായ അഡ്വക്കേറ്റ് A. സുരേഷ് കുമാറിൻ്റെയും പേരുകളിലൊന്ന് പരീക്ഷിക്കപ്പെടും. മുതിർന്ന നേതാക്കളെ അടക്കം ഒപ്പം കൂട്ടി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന നിലപാടിലേക്ക് നേതൃത്വമെത്തിയാൽ പഴകുളം മധുവിന് സാധ്യതയേറെയാണ്. മികച്ച സംഘാടകൻ എന്നതും കഴിഞ്ഞ DCC പുനഃസംഘടനയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവസാന ഘട്ടത്തിലും പരിഗണിക്കപ്പെട്ട പേര് എന്ന നിലയിലും യുവജന നേതാവ് എന്ന നിലയിലും അനീഷ് വരിക്കണ്ണാമലയ്ക്കും സാധ്യതയുണ്ട്. KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ജില്ലാ പ്രസിഡന്റായിരുന്ന A. സുരേഷ് കുമാറിൻ്റെ പേരാണ് സജീവമായി പരിഗണനയിലുള്ള മറ്റൊന്ന്. ജില്ലയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ റോബിൻ പീറ്ററും മുഖ്യപരിഗണനാ പട്ടികയിലുണ്ട്. UDF കൺവീനർ അടൂർ പ്രകാശ് ലോക്സഭയിലേക്ക് മത്സരിക്കാനായി കോന്നി മണ്ഡലത്തിന്റെ ചുമതലയൊഴിഞ്ഞപ്പോൾ പകരം നിയോഗിച്ചത് റോബിൻ പീറ്ററെയായിരുന്നു. DCC വൈസ് പ്രസിഡന്റായ അനിൽ തോമസ്, റിങ്കു ചെറിയാൻ, ജോർജ് മാമൻ മുണ്ടൂർ എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ സജീവമാണ്. പാർട്ടിയിലെ ഈഴവ വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ കൊല്ലത്തും ആലപ്പുഴയിലും ഇടുക്കിയിലും ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നാണ് പൊതുവികാരം. അതിനാൽ NSSന് ശക്തമായ വേരോട്ടമുള്ള പത്തനംതിട്ട ജില്ലയിൽ നായർ സമുദായത്തിൽ നിന്നുമുള്ള ഒരാളെ പരിഗണിക്കാനാണ് സാധ്യത. അമൽ തേനമ്പ്രവിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.